കഴിഞ്ഞ ദിവസം നമ്മുടെ രാജ്യത്തെ 3, 5, 7 അതായത് ഇയാൾ വാർത്ത കൊടുത്തത് ഇങ്ങനെയാണ്. ആദ്യം 3 വിമാനങ്ങൾ വെടിവെച്ചിട്ടു, പിന്നീട് 5 വിമാനങ്ങൾ വെടിവെച്ചിട്ടു, പിന്നീട് 7 വിമാനങ്ങൾ വെടിവെച്ചിട്ടു പാകിസ്ഥാൻ എന്ന് വാർത്ത കൊടുത്ത മാത്യു സാമുവൽ എന്ന് പറയുന്ന കപട യൂട്യൂബറുടെ ചാനൽ നമ്മുടെ കേന്ദ്രം ബാൻ ചെയ്തിരുന്നു. കേന്ദ്രം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഇത്തരത്തിലുള്ള വാർത്തകൾ കൊടുക്കുന്നവരുടെ ചാനലുകൾ എന്തായും ബാൻ ചെയ്യുമെന്ന് കേന്ദ്രം കൃത്യമായുള്ള നിർദ്ദേശം കൊടുത്തിരുന്നു. അതിനുശേഷവും നമ്മുടെ നാട്ടിലെ സുഡാപ്പികളെ, മതമൗലികവാദികളെ, പാകിസ്ഥാൻ സപ്പോർട്ടേഴ്സിനെ സുഖിപ്പിക്കാനായി ഇയാൾ ഇത്തരത്തിൽ വാർത്ത കൊടുത്തു. അതിൽ ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് സൈന്യത്തിൽ ഹോൾഡ് ഉണ്ട്, സൈന്യത്തിൽ നിന്നാണ് എനിക്ക് ഈ വാർത്ത ലഭിച്ചത് എന്ന് പറഞ്ഞാണ് ഇയാൾ റിപ്പോർട്ട് കൊടുത്തത്. ഇയാളുടെ ചാനലാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ കേന്ദ്ര സർക്കാർ പൂട്ടിക്കളഞ്ഞത്. അതായത് ഇന്ത്യയിൽ അത് പൂട്ടി, വിദേശ രാജ്യങ്ങളിലുള്ളവർക്ക് അത് കാണാൻ പറ്റും. കാരണം ഇന്ത്യയിൽ ഇനി ഈ ചാനൽ പ്രവർത്തിക്കേണ്ട എന്നാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. നല്ല ഫാൻ ബേസ് ഉള്ള, പ്രത്യേകിച്ച് ഇയാളുടെ കപട മുഖം തിരിച്ചറിയാത്ത സംഘികൾ തന്നെയാണ് ഇയാളുടെ ഫാൻസ് ആയിട്ട് വർത്തിച്ചിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അയാളുടെ ചാനൽ പൂട്ടിയതിനു ശേഷം ഇപ്പോൾ ഇതാ മറ്റൊരു വലിയ ചാനൽ കൂടി കേന്ദ്ര സർക്കാർ പൂട്ടിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഒരു വെബ്സൈറ്റാണ് അത് ബാൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് പുറത്തു വരുന്നത്. കമ്മികളുടെ കൺകണ്ട ദൈവമായിട്ടുള്ള ദ വയർ എന്ന് പറയുന്ന വെബ്സൈറ്റാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ ബാൻ ചെയ്തിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സമയത്ത് ഇപ്പോൾ തെറ്റായ റിപ്പോർട്ടിംഗ് നടത്തുന്ന അല്ലെങ്കിൽ രാജ്യദ്രോഹപരമായിട്ടുള്ള റിപ്പോർട്ടിംഗ് നടത്തുന്ന സകല മാധ്യമങ്ങളെയും ബാൻ ചെയ്യുമെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞത് വെറുതെ അല്ല എന്നുള്ളതാണ്. ഇനി ഒരു സുഡാപ്പി പോലും അവരുടെ യൂട്യൂബ് ചാനലിലൂടെ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൂടെ അല്ലെങ്കിൽ അവരുടെ സൈറ്റിലൂടെ ഇന്ത്യ വിരുദ്ധത പറയില്ല എന്ന് ഉറപ്പുവരുത്തുകയാണ് കേന്ദ്ര സർക്കാർ ഇതിലൂടെ ചെയ്തിരിക്കുന്നത്. വലിയൊരു നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ദ വയർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ അത്ര ക്രെഡിബിൾ ആയിട്ടുള്ള മാധ്യമം എന്ന് അവർ സ്വയം വിശ്വസിക്കുന്ന, അവർ പാടി പുകഴ്ത്തുന്ന പക്ക ഒരു രാജ്യവിരുദ്ധ മാധ്യമമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. ആ മാധ്യമത്തെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ബാൻ ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.